നമസ്കാരം. ഡയറി ഫാമിംഗ് ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഒരുപക്ഷെ പുല്ലും വൈക്കോലും നിറഞ്ഞ ഒരു പഴയ നാടൻ ചിത്രം അല്ലേ? എന്നാൽ ആ ചിത്രം നമുക്കങ്ങ് മായ്ച്ചു കളയാം. കാരണം ഇന്നത്തെ ഡയറി ഫാമിംഗ് എന്ന് പറയുന്നത് ഒരു ഹൈടെക്, നല്ല വരുമാനം കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇതിനെ വൈറ്റ് ഗോൾഡ് അഥവാ വെളുത്ത സ്വർണം എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഈ ബിസിനസ്സിന്റെ ഏറ്റവും വലിയൊരു ആകർഷണം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു വാചകത്തിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പാൽ വിൽക്കുമ്പോൾ എല്ലാ ദിവസവും കയ്യിൽ കാശ് വരുന്നു. അതേസമയം നിങ്ങളുടെ ഫാമിലി ജനിക്കുന്ന ഓരോ പശുക്കിടാവും നിങ്ങളുടെ ആസ്തി, അതായത് നിങ്ങളുടെ സമ്പത്ത് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ദിവസവും വരുമാനവും കാലക്രമേണ വലിയൊരു സമ്പത്തും ഒരുമിച്ച് തരുന്ന ബിസിനസ്സുകൾ വളരെ കുറവാണ്. അപ്പോ ഇതിന്റെ സാധ്യതകൾ ഏകദേശം നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി അറിയേണ്ടത് ഇതെങ്ങനെ വിജയകരമായി തുടങ്ങാമെന്നതാണ്. നിങ്ങൾ സ്വന്തമായി ഒരു ഡയറി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ബ്ലൂ പ്രിന്റ് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തെ വൈറ്റ് ഗോൾഡ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്? ഈ ബിസിനസ് മോഡലിന്റെ അടിത്തറയായിട്ടുള്ള പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തെ കാര്യം, കാത്തിരിപ്പില്ല. ഇന്ന് പാൽ കറന്നാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് വരുമാനം കിട്ടും. മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതായി, എന്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയാൻ പോകുന്നില്ല. അതായത് ഇതൊരു സേഫ് മാർക്കറ്റാണ്. മൂന്നാമത്തെ പോയിന്റ്, ചാണകം പോലുള്ളവ വേസ്റ്റ് അല്ല. അത് വളമാക്കിയോ ബയോഗ്യാസ് ആക്കിയോ മാറ്റി നിങ്ങളുടെ ചെലവ് കുറയ്ക്കാം, വേണമെങ്കിൽ അധിക വരുമാനവും ഉണ്ടാക്കാം. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഫാമിലുണ്ടാകുന്ന ഓരോ കിടാവും നിങ്ങളുടെ സമ്പത്ത് ഓട്ടോമാറ്റിക്കായി വർദ്ധിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഈ പറയുന്ന ഡയറി എഞ്ചിൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം, അല്ലേ? ഈ ബിസിനസ് എന്ന യന്ത്രം നല്ല സ്മൂത്തായി ഓടിക്കാൻ എന്തൊക്കെ അടിസ്ഥാന കാര്യങ്ങൾ വേണമെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ഫാമിന്റെ ഹൃദയം, അതിന്റെ യഥാർത്ഥ എഞ്ചിൻ എന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പശുക്കളോ എരുമകളോ ആണ്. ഈ ഒരൊറ്റ തീരുമാനം, ആദ്യത്തെ ഈ തീരുമാനം നിങ്ങൾ ശരിയാക്കിയാൽ നിങ്ങളുടെ പകുതി പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഇത് നിങ്ങളുടെ ഫാമിന്റെ ഭാവിയെ തന്നെയാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ പ്രധാനമായും 2 ഓപ്ഷനുകളാണുള്ളത്. നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പാൽ, അതായത് ക്വാണ്ടിറ്റി ആണെങ്കിൽ സംശയിക്കേണ്ട, HF പശുക്കളാണ് കിങ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർക്ക് നല്ല പരിചരണവും നമ്മുടെ നാട്ടിലേക്കാൾ കുറച്ചുകൂടി തണുത്ത കാലാവസ്ഥയും വേണം. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് കുറഞ്ഞ പരിപാലനവും നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ കിണങ്ങിയ ഒന്നിനെയുമാണെങ്കിൽ ജേഴ്സിയാണ് ബെസ്റ്റ്. മാത്രമല്ല ഇവയുടെ പാലിൽ കൊഴുപ്പ് കൂടുതലായതുകൊണ്ട് നല്ല വിലയും കിട്ടും. പശുക്കൾ വൈറ്റ് ഗോൾഡ് ആണെങ്കിൽ ഇതാ വരുന്നു നമ്മുടെ ബ്ലാക്ക് ഗോൾഡ്, മുറ എരുമ. ഇവരുടെ കളി വേറെ ലെവലാണ്. ഇവരുടെ പാൽ അളവിൽ കുറവായിരിക്കും, ശരിയാണ്. പക്ഷേ അതിലെ കൊഴുപ്പിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇവരുടെ പാലിന് പ്രീമിയം വിലയാണ്. ഇതൊരു കിടിലൻ വരുമാനമാർഗം തന്നെയാണ്. ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. നിങ്ങളുടെ പശുക്കൾ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരുന്നാൽ അവർ കൂടുതൽ പാൽ തരും. അതിന് നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. നല്ല കാറ്റും വെളിച്ചവുമുള്ള തൊഴുത്ത്, വീണ് പരിക്കു പറ്റാതിരിക്കാൻ റബ്ബർ മാറ്റുകൾ, പിന്നെ നമ്മുടെ കേരളത്തിലെ ചൂട് കുറയ്ക്കാൻ ഫാനും ഫോഗറുകളും, പോരാത്തതിന് 24 മണിക്കൂറും വെള്ളം കിട്ടാനുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങളും. ഇതൊന്നും ഒരു ആഡംബരമല്ല, നല്ലൊരു നിക്ഷേപമാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ തലവേദനയെക്കുറിച്ചാണ്. ദാ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ മൊത്തം ചെലവിന്റെ 70% പോകുന്നത് ഒരൊറ്റ കാര്യത്തിനാണ്, തീറ്റ. ഈയൊരു ചെലവ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ലാഭം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിലെ ഒന്നാമത്തെ നിയമം, അല്ലെങ്കിൽ സുവർണ നിയമം എന്ന് തന്നെ നമുക്ക് പറയാം, തീറ്റ മുഴുവനും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടത്തിലാവും, ഉറപ്പാണ്. നിങ്ങൾക്ക് ലാഭകരമായി ഈ ഫാം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീറ്റപ്പുല്ല് സ്വന്തമായി കൃഷി ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷനല്ല, അതൊരു 100% ആവശ്യകതയാണ്. ശരി, അപ്പോൾ നമ്മുടെ എഞ്ചിൻ സെറ്റായി, അതിന് വേണ്ട ഇന്ധനത്തിന്റെ കാര്യവും നമ്മൾ നോക്കി. ഇനി ഈ എഞ്ചിൻ എങ്ങനെയാണ് നമുക്ക് കാശുണ്ടാക്കി തരുന്നതെന്ന് നോക്കാം, അല്ലേ? പണം വരാൻ പ്രധാനമായും 3 വഴികളാണുള്ളത്. നമുക്കിതിനെ 3 ലെവലുകളായി കാണാം. ലെവൽ 1, പാൽ അതേപടി വിൽക്കുക. ഇത് ബേസിക്കാണ്. ലെവൽ 2, കുറച്ചുകൂടി സ്മാർട്ടായി ചിന്തിച്ച് പാലിനെ നെയ്യ്, പനീർ, തൈര് പോലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിൽക്കുക. പിന്നെ ഒരു ബോണസ് ലെവലുമുണ്ട്, ചാണകം പോലുള്ളവ വിറ്റ് അധിക വരുമാനം നേടുക. പച്ചപ്പാൽ വിൽക്കാൻ നിങ്ങൾക്ക് മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന്, സേഫ് ഗെയിം കളിക്കാം. അതായത് മിൽമ പോലുള്ള സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കാം. സെയിൽസ് ഗ്യാരണ്ടിയാണ്, പക്ഷേ വില കുറവായിരിക്കും. രണ്ടാമത്തെ വഴി, കുറച്ച് റിസ്ക് എടുത്ത് കൂടുതൽ അധ്വാനിച്ച് ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിൽക്കുക എന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ലാഭം നേരെ ഇരട്ടിയാവും. ഇനി പറയാൻ പോകുന്നത് $1 മില്യൺ ടിപ്പാണ്. ഒരു സാധാരണ ഡയറി ഫാമറും ഒരു സ്മാർട്ട് ബിസിനസ്സുകാരനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. നിങ്ങൾ പാൽ വിൽക്കരുത്, പകരം പാലിനെ മറ്റൊന്നാക്കി മാറ്റി വിൽക്കണം. അതായത് 1 ലിറ്റർ പാലിന് 50 രൂപയ്ക്ക് വിൽക്കുന്നതിന് പകരം അതിനെ നെയ്യാക്കിയോ പനീറാക്കിയോ വിറ്റാൽ നിങ്ങളുടെ ലാഭം 30 മുതൽ 50% വരെ ഒറ്റയടിക്ക് കൂടും. ഒരേ പാലിൽ നിന്ന് കൂടുതൽ പണം. ഇതാണ് യഥാർത്ഥ മില്യനെയർ സ്ട്രാറ്റജി. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഐഡിയകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. കയ്യിൽ നിന്ന് എത്ര രൂപ ഇറങ്ങും?
ഒരു 10 പശുക്കളുള്ള ഒരു മോഡേൺ ഫാം തുടങ്ങാൻ ഏകദേശം ഒരു 10 മുതൽ 13 ലക്ഷം രൂപയുടെ ഒരു പ്രാരംഭ നിക്ഷേപം പ്രതീക്ഷിക്കാം. ഇതിൽ പശുക്കളെ വാങ്ങുന്നതും തൊഴുത്ത് കെട്ടുന്നതും ഉപകരണങ്ങൾ വാങ്ങുന്നതും എല്ലാം ഉൾപ്പെടും. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ തിരിച്ചു എന്ത് കിട്ടും? ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ സാധ്യതയുള്ള വരുമാനം ഏകദേശം 1.5 ലക്ഷം മുതൽ 1,80,000 രൂപ വരെയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അശക്തമായ പണമൊഴുക്ക്. ശരി, വരുമാനം കൊള്ളാം. പക്ഷേ എല്ലാ ചെലവുകളും കഴിഞ്ഞ് കയ്യിൽ എന്തു മിച്ചം പിടിക്കും? അതാണ് അറ്റാദായം, അല്ലേ? അത് ഏകദേശം 40,000 രൂപ മുതൽ 80,000 രൂപ വരെ ആകാം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ തീറ്റ ചെലവ് എത്രത്തോളം കുറയ്ക്കാൻ കഴിയുന്നോ ഈ ലാഭത്തിന്റെ കണക്ക് അത്രത്തോളം മുകളിലേക്ക് പോകും. ഈ വലിയ കണക്കുകളൊക്കെ കേട്ട് ആരും പേടിക്കേണ്ട. കാരണം ഈ യാത്രയിൽ നിങ്ങളെ സഹായിക്കാൻ ചില സംവിധാനങ്ങളുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ ബിസിനസ് തുടങ്ങുന്നത്. നിങ്ങളുടെ ആ തുടക്കത്തിലെ വലിയ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സർക്കാർ തന്നെ സഹായിക്കും. നിങ്ങൾ മുടക്കുന്ന പ്രാരംഭ തുകയുടെ ഒരു ഭാഗം, അതായത് 25 മുതൽ 33% വരെ നിങ്ങൾക്ക് DDS പോലുള്ള സ്കീമുകൾ വഴി സബ്സിഡിയായി തിരികെ കിട്ടും. പിന്നെ ദിവസേനയുള്ള ചെലവുകൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടാൻ കിസാൻ ക്രെഡിറ്റ് കാർഡുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തിയായ പശുക്കൾക്കെന്തെങ്കിലും സംഭവിച്ചാലോ അതിന് ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയി സംസാരിക്കാം. ഏതൊരു ബിസിനസ്സിനും അതിൻ്റേതായ റിസ്കുകളുണ്ട്. നല്ല വശങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇതിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ സത്യസന്ധമായി മനസ്സിലാക്കണം. ഇതിലെ പ്രധാന വെല്ലുവിളികൾ കണ്ടില്ലേ? രോഗങ്ങളൊരു വലിയ പ്രശ്നമാണ്, സംശയമില്ല. പക്ഷേ അതിന് പരിഹാരമായി കൃത്യമായ വാക്സിനേഷനും ശുചിത്വവുമുണ്ട്. വിശ്വസ്തരായ തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? കറവയന്ത്രങ്ങൾ പോലുള്ള ഓട്ടോമേഷൻ സഹായിക്കും. പ്രജനനത്തിൽ പ്രശ്നങ്ങളുണ്ടോ? അത് കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഓരോ പ്രശ്നത്തിനും അതിൻ്റേതായൊരു പരിഹാരവുമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇന്നത്തെ ആധുനിക ഡയറി ഫാർമിംഗ് എന്ന് പറഞ്ഞാൽ വെറും പശുവിനെ വളർത്തലല്ല. അതൊരു ബയോളജിയാണ്, ടെക്നോളജിയാണ്, ഫിനാൻസാണ്. ഈ മൂന്നും ശരിയായ രീതിയിൽ ചേരുമ്പോഴാണ് അത് വൈറ്റ് ഗോൾഡ് ആവുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ വൈറ്റ് ഗോൾഡ് ബിസിനസ് നിങ്ങൾക്കുള്ളതാണോ? ചിന്തിക്കുക.